ഹിനുവിന്റെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന ആളാകട്ടെ ഹിനു സിംഗിൾ അല്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഹെയ്നും ഇപ്പോൾ അവന്റെ വൈഫാണെന്നൊക്കെ പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ അവരും ഈ അടുത്തായിട്ടൊക്കെ വിവാഹം കഴിച്ചതായിരിക്കുമെന്നൊക്കെ ആ സ്ത്രീയും തെറ്റിദ്ധരിക്കുന്നു. ആ സ്ത്രീ ആകട്ടെ ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ പുതിയതായിട്ട് വിവാഹം കഴിച്ചതാണെന്നൊക്കെ പറയും. അതുകൊണ്ട് തന്നെ നമുക്കും അതുപോലെയൊക്കെ പെരുമാറാമെന്നാണ് ഹെയ്ൻ പറയുന്നത്. പുതിയതായിട്ട് വിവാഹം കഴിഞ്ഞവരാകട്ടെ പല സമയങ്ങളിലും തൊട്ടുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ കൈകളായിരിക്കും, ചിലപ്പോൾ കാലുകളായിരിക്കും, ചിലപ്പോൾ തോളുകളായിരിക്കും. അങ്ങനെ ഏതൊരു നിമിഷവും തൊട്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നവരാണ് അവർ എന്നൊക്കെയാണ് അവളും പറഞ്ഞു കൊടുക്കുന്നത്. മാത്രമല്ല എപ്പോഴും ഒന്നിച്ചായിരിക്കും ഉണ്ടാക്കുക. ഒരുമിച്ച് ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യുകയും ഒരുപാട് സന്തോഷിക്കുകയൊക്കെ ചെയ്യും. അവരും ഒരുപാട് നല്ല മെമ്മറീസ് ഒക്കെ ഉണ്ടാക്കുമെന്നാണ് അവൾ പറയുന്നത്. ഹ്യുൻവുവും ബേസ്ബോളൊക്കെ കളിക്കുവാനായിട്ട് നിൽക്കുന്ന സമയത്താകട്ടെ എന്തിനാണ് നീ ഈ ഒരു ഗെയിമൊക്കെ കളിക്കുന്നതെന്ന് ഹ്യുൻവുവിനോട് ഹെയ്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തും പല പല കാര്യങ്ങളൊക്കെ ലൈഫിൽ കൊഴിഞ്ഞു മറിഞ്ഞൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരേ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക എന്നതിന് വേണ്ടിയിട്ടാണ് താനും ഇതൊക്കെ കളിക്കുന്നതെന്നായിരുന്നു അവനും പറഞ്ഞത്. അതായത് ലൈഫിൽ ഒരുപാട് പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു ബോളിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുമ്പോഴത്തേക്കും കോൺസെൻട്രേഷൻ കൂടുമെന്നാണ് അവൻ ഉദ്ദേശിച്ചതും. ആ ഒരു സമയത്ത് അവളും ഇപ്പോൾ നിന്റെ കോൺസെൻട്രേഷൻ ഏതൊരു കാര്യത്തിലാണ് ഉള്ളത് എന്നൊക്കെ അവനോടും ചോദിക്കുകയാണ്. അവളെ രക്ഷിക്കുവാനെന്ന മറുപടിയൊക്കെ ആയിരുന്നു അവനും അവൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. സൂചോൾ ഹ്യുൻവുവിന്റെ നാട്ടിൽ തന്നെ തുടരുവാനായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇനി ഹ്യുൻവുവിന്റെ ഒപ്പമാണ് ഹെയ്ൻ താമസിക്കുന്നത്. ഒടുവിലായിട്ട് ഹെയ്ന്റെ അച്ഛനും അമ്മയുമാണ് തിരിച്ച് ഈ വീട്ടിലേക്കൊക്കെ വരുവാനായിട്ട് പോകുന്നതെന്നൊക്കെ സ്യോൽഹിയുടെ അടുത്ത് ഗ്രേസ്കോ പറയുമ്പോഴത്തേക്കും അവർ മടങ്ങി വരുന്നതായിരിക്കും അവർ ഏറ്റവും കൂടുതൽ ഇനി ദുഃഖിക്കുന്ന ഒരു കാര്യമെന്നായിരുന്നു സ്വൽഹി മറുപടിയും പറഞ്ഞത്. ഓഫീസിൽ വെച്ച് ഹിനുവിനെ കാണുന്ന ഉൻസിങ്ങും ഹെയ്ന് സർജറിയൊക്കെ നടക്കുവാൻ പോകുന്ന കാര്യമൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ്. മാത്രമല്ല അവൾക്ക് സൈഡ് എഫക്റ്റ് ഒക്കെ ഉണ്ടാകുമല്ലോ, ആ ഒരു കാര്യം അവളുടെ അടുത്ത് നിന്ന് മറച്ചു വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. അവൾ അതൊക്കെ അറിയുകയാണെങ്കിൽ ഒരിക്കലും ഈ ഒരു സർജറിക്ക് സമ്മതിക്കുകയില്ല എന്ന കാര്യം കൂടി ഉൻസിങ് എടുത്തു പറയുന്നു. ഹെയിന്റേതും ഹിനുവിന്റേതുമായിട്ടുള്ള എല്ലാ സാധനങ്ങളും വീട്ടിൽ നിന്നും ഇപ്പോൾ ഉൻസിങ് മാറ്റുന്നു. ഇപ്പോൾ ക്വീൻസിന്റെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലേക്കൊക്കെ ഹെയ്നും എത്തിയിരിക്കുകയാണ്. അവളും ഇത്രയും നാളും സിഒ ആയിട്ടൊക്കെ ആയിരുന്നു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴാകട്ടെ സാധനങ്ങളൊക്കെ മേടിക്കുവാനായിട്ടാണ് എത്തിയിട്ടുമുള്ളത്. ഇതിനു മുമ്പ് ഒരിക്കൽ കുട്ടികളൊക്കെ ഓടി നടക്കുന്നതും അതുപോലെ തന്നെ കുറെ അധികം ആൾക്കാർ റെസ്റ്റ് ചെയ്യുന്നതും ഒക്കെ കണ്ട് അവളും അവിടെ ഉണ്ടായിരുന്ന സോഫാസ് ഒക്കെ എടുത്തു മാറ്റിയിട്ടുമുണ്ടായിരുന്നു. അതായത് ആളുകൾ ഒന്നും തന്നെ റെസ്റ്റ് ചെയ്യാൻ പാടില്ല, എല്ലാവരും ഓടി നടന്ന് ഷോപ്പിംഗ് ഒക്കെ നടത്തണമെന്നായിരുന്നു അവളും എന്ന് പറഞ്ഞത്. ഇപ്പോൾ അവളും സെക്രട്ടറി നായും കൂടി ചേർന്നിട്ട് ഒരുപാട് ഷോപ്പിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്താണ് പെർഫ്യൂമിന്റെ മണവും വരുന്നത്. അവളും എന്നാൽ നമുക്ക് പെർഫ്യൂം കൂടി മേടിച്ചാലോ എന്നൊക്കെ ചോദിക്കുമ്പോഴാകട്ടെ ഇതൊക്കെ അവളുടെ തന്നെ സ്ട്രാറ്റജി ആയിരുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ സെക്രട്ടറി നായ അറിയിക്കുന്നത്. ആളുകളെ കൊണ്ട് കൂടുതൽ സാധനങ്ങളൊക്കെ മേടിപ്പിക്കുക എന്നതായിരുന്നു അതിന്റെ പിന്നിലെ ലക്ഷ്യം. പക്ഷെ ഇപ്പോഴാകട്ടെ ഒരുപാട് പണമൊക്കെ ചിലവാക്കിയതിലും അവൾക്ക് മൊത്തത്തിലൊരു മടുപ്പൊക്കെ തോന്നുകയാണ്. നേരത്തെ എങ്ങനെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതുപോലെയൊക്കെ പഴയ രീതിയിലേക്ക് മാറ്റുവാനായിട്ടാണ് ഹെയ്നും ആഗ്രഹിക്കുന്നത്. ആളുകൾക്ക് റെസ്റ്റ് ചെയ്യുവാനും കുട്ടികൾക്ക് കളിക്കുവാനും സാധിക്കുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, കൂടുതൽ ആൾക്കാരൊക്കെ വന്ന് റെസ്റ്റ് ചെയ്യുക, ഹാപ്പി ആയിട്ടൊക്കെ മടങ്ങി പോകുക. അങ്ങനെയൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും അവൾ തന്നെയാണോ ഇത് പറയുന്നതെന്നുള്ള സംശയമായിരുന്നു സെക്രട്ടറിനായിരിക്കും. ആളുകൾ ബ്രെയിൻ സർജറി ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവരുടെ ഓർമ്മശക്തി പോകുന്നതായിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ വല്ലതും നിനക്ക് സംഭവിക്കുമോ എന്ന് സെക്രട്ടറിനെ ചോദിക്കുമ്പോഴാകട്ടെ ഞാൻ ഇതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരാളായിട്ട് മടങ്ങിയെത്തുന്നതായിരിക്കുമെന്നൊക്കെ അവളും പറയുന്നു. ഇപ്പോൾ ചേട്ടന്റെ വൈഫും തിരികെ എത്തിയിരിക്കുകയാണ്. അമ്മയും എന്താണ് പ്രശ്നമെന്നൊക്കെ ചോദിക്കുന്ന സമയത്താകട്ടെ ചേട്ടനോട് തന്നെ എന്താണ് കാര്യമെന്ന് തുറന്നു പറയുവാനായിട്ടാണ് ഇപ്പോൾ വൈഫും അറിയിക്കുന്നത്. കഴിഞ്ഞ തവണ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഗെയിമൊക്കെ കളിക്കുവാനായിട്ട് രാത്രി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവളുടെ അടുത്താകട്ടെ ഞാൻ ഒരു മരിച്ച ചടങ്ങിന് പോകുകയാണെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ചേട്ടനും അമ്മേനെ അറിയിക്കുന്നു. അതല്ല കാര്യമെന്നൊക്കെ വൈഫ് പറയുമ്പോഴാകട്ടെ ചേട്ടൻ ഗെയിം കളിക്കുവാനായിട്ട് മേടിച്ച സാധനങ്ങളൊക്കെ തന്നെ വൈഫ് കണ്ടിട്ടുണ്ടാകുമെന്ന് ചേട്ടനും തെറ്റിദ്ധരിക്കുന്നു. പക്ഷെ അതുമല്ല എന്നാണ് വൈഫ് പറയുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് യഥാർത്ഥത്തിലുള്ള കാര്യം നീ തന്നെ പറയുന്ന ചേട്ടൻ പറയുമ്പോഴായിരുന്നു ഞങ്ങൾ സേവിങ്സിന് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരുന്ന പണമെല്ലാം തന്നെ ഇവനെടുത്ത് സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു. ആ ഒരു പണമൊക്കെ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് വൈഫും അമ്മയോട് പറയുന്നത്. അമ്മയും ഇപ്പോൾ അവന്റെ രണ്ടെണ്ണം കൊടുത്തതിന് ശേഷം നിനക്ക് ഇപ്പോഴും വൈകിട്ടില്ല, ഇപ്പോഴെങ്കിലും ഇവനെ ഉപേക്ഷിച്ച് പോകുന്നതാണ് നിനക്ക് നല്ലതെന്നൊക്കെയാണ് വൈഫിന്റെ അടുത്തും പറയുന്നത്. വൈഫിനെ സപ്പോർട്ട് ചെയ്ത് അമ്മ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അവന്റെ രണ്ടെണ്ണം കിട്ടിക്കോട്ടെ എന്നൊക്കെ വൈഫും വിചാരിക്കുന്നു. ഹെയ്നും ഒരു ബിൽഡിംഗ് ഒക്കെ വാങ്ങി ചേട്ടന് കട തുടങ്ങുവാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ഇപ്പോൾ ആ ബിൽഡിംഗ് ഒക്കെ നോക്കിയതിനു ശേഷം ഹെയ്ന്റെ അച്ഛനാകട്ടെ ഹെയ്ൻ ആ ബിൽഡിംഗ് മൊത്തത്തോടെ അച്ഛന് നൽകുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ അറിയിക്കുന്നു. അച്ഛൻ എന്ന് പറയുന്നത് ഹ്യുനോന്റെ അച്ഛനാണ് കേട്ടോ. ഒരു കട മാത്രമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോഴാകട്ടെ ആ ബിൽഡിംഗ് മൊത്തത്തിലൊക്കെ കിട്ടിയ സന്തോഷത്തിലാണ് എല്ലാവരും ഉള്ളത്. വൈഫിന്റെ അടുത്തും ഈ ഒരു കാര്യമൊക്കെ ചേട്ടൻ പറയുമ്പോഴാകട്ടെ വൈഫും പല പല കാര്യങ്ങളൊക്കെ ചേട്ടന്റെ അടുത്തും ചെയ്യുവാനായിട്ട് ആവശ്യപ്പെടുന്നു.
അച്ഛനെയും അമ്മേനെയും കൂടി സോപ്പിടുവാനായിട്ട് ചേട്ടനും ചേച്ചിയും എത്തിയിരിക്കുകയാണ്. അതായത് ഒരു ബിൽഡിംഗ് മൊത്തത്തിലൊക്കെ ഹെയ്നിപ്പോൾ അച്ഛന് നൽകുവാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ. അതിന്റെ താഴത്തെ നിലയിൽ ഞാനൊരു ഫിറ്റ്നസ് ക്ലബ്ബ് കൂടി തുടങ്ങിക്കോട്ടെ എന്നാണ് ചേട്ടൻ ചോദിക്കുന്നത്. ഇനി ചേച്ചിയും നിലവിലെ ചേച്ചിയുടെ കടയ്ക്ക് ഉള്ള സ്ഥലത്ത് നിന്നും ആ ഒരു കടയൊക്കെ മാറ്റിയിട്ട് ഈ ഒരു ബിൽഡിംഗിലേക്ക് മാറിക്കോട്ടെ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ചേട്ടനാകട്ടെ വർഷങ്ങളായിട്ട് ബോക്സിംഗ് ക്ലബ്ബ് ഒക്കെ നടത്തി വരുന്നതാണ്. ഇതുവരെയായിട്ടും ചേട്ടൻ വാടകയൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ ഉഴപ്പി നടന്നാലൊന്നും പറ്റുകയില്ല. ഇനി മുതൽ കൃത്യമായിട്ട് തന്നെ നീ എനിക്ക് വാടകയൊക്കെ തന്നോണം. പിന്നെ ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ 1 മില്യൺ ആണ് താഴത്തെ ഫ്ലോറിന് മേടിക്കുവാനായിട്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. എല്ലാ മാസവും 1 മില്യൺ തരുവാനായിട്ട് തയ്യാറാണെങ്കിൽ ചേച്ചിക്ക് താഴത്തെ ഫ്ലോറൊക്കെ എടുത്തിട്ട് കട നടത്താമെന്ന് അമ്മയും പറയുന്നു. നിങ്ങൾ എന്റെ മക്കളാണെങ്കിൽ പോലും കടയൊക്കെ നടത്തുന്ന സമയത്താകട്ടെ ഒരു വാടകക്കാരനും മുതലാളിയും തമ്മിലുള്ള ഒരു ബന്ധം മാത്രമേ നമ്മൾ തമ്മിൽ പാടുള്ളൂ എന്നൊക്കെ അച്ഛനും കർശനമായിട്ട് തന്നെ പറയുന്നു. ക്രിസ്മസിനുള്ള തയ്യാറെടുപ്പുകളൊക്കെയാണ് ഇപ്പോൾ കടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒക്ടോബർ ഇപ്പോൾ ആയിട്ടുള്ളെങ്കിൽ പോലും വളരെയധികം നേരത്തെ തന്നെ ഓരോരോ സാധനങ്ങളൊക്കെ വിറ്റ് തുടങ്ങണമെന്നും അതിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യണമെന്നും ഹെയനും മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാകട്ടെ അവര് ലൈറ്റ്സും മറ്റും ടെസ്റ്റ് ചെയ്യുന്നു. ഈ ഒരു കൂടെ മഞ്ഞും കൂടി പെയ്യുന്നത് കാണുമ്പോഴത്തേക്കും അവളും ഇത് ശരിക്കുമുള്ളതാണോ എന്നൊക്കെ സംശയിക്കുകയാണ്. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും ചെയ്യുവാനുള്ള കാര്യങ്ങളുടെ റിഹേഴ്സലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ഞാനൊന്ന് നോക്കിയിട്ടൊക്കെ വരാമെന്നും പറഞ്ഞുകൊണ്ട് സെക്രട്ടറിനായും അവിടെ നിന്ന് പോകുന്നു. ആ ഒരു സമയത്തായിരുന്നു അതുവഴി ഹ്യുനുവും എത്തിയിട്ടുണ്ടായിരുന്നത്. മഞ്ഞൊക്കെ കാണണമെന്ന് നിനക്ക് ഒരുപാട് ആഗ്രഹമല്ലായിരുന്നോ? അതുകൊണ്ട് തന്നെ നിന്റെ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണെന്നൊക്കെ ഹെയിന്റെ അടുത്ത് ഹ്യുനു പറയുമ്പോഴത്തേക്കും ഞാൻ ആഗ്രഹിക്കുന്ന ഓരോരോ കാര്യങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ലവും ട്രൂ ആകുന്നതായിരിക്കുമെന്നൊക്കെ അവളും പറയുന്നു. ആരാണ് ആ ഒരാളെന്നൊക്കെ അറിയുവാനായിട്ട് ഹ്യുനുവിന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ തന്നെ രണ്ടാമത്തെ സീക്രട്ട് ഒക്കെ തുറന്നു പറയുവാനായിട്ട് അവളും തയ്യാറെടുക്കുന്നു. നീ പണ്ട് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു നമ്പർ ബസ്സിലല്ലേ പോകാറുള്ളത്? ബാക്കിലെ വിൻഡോ സീറ്റിന്റെ അടുത്തായിട്ടല്ലേ ഇരിക്കാറുള്ളത് എന്നൊക്കെ അവൾ ചോദിക്കുമ്പോഴത്തേക്കും അതേന്ന് മാത്രമായിരുന്നു അവൻ പറയുന്നത്. പക്ഷെ എന്താണ് സംഭവം എന്ന് അവന് മനസ്സിലായിട്ടുമുണ്ടായിരുന്നില്ല. ദിവസവും 2 മണിക്കൂറിന്റെ അടുത്തൊക്കെ ആ ബസ്സും ഫോളോ ചെയ്ത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് അവൾ പറയുമ്പോൾ പോലും അവന് ഒന്നും മനസ്സിലാക്കാതെയൊക്കെ നിൽക്കുന്നു. ആ ആള് നീയാണെന്ന് അവൾ പറയുമ്പോഴത്തേക്കും ആ ആൾ ഞാനാണെന്ന് പറഞ്ഞ് അവൻ നിൽക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും എങ്ങനെയാണ് നിനക്ക് SNUവിൽ നിന്നും ഗ്രാജുവേഷൻ ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവളും ചോദിക്കുകയാണ്. അപ്പോൾ മാത്രമായിരുന്നു അവളുടെ ഫസ്റ്റ് ലവ് താനാണെന്നുള്ള സത്യമൊക്കെ ഹിൻവുവും മനസ്സിലാക്കുന്നത്. ശരിക്കും ലൈറ്റിന്റെ മാത്രം റിഹേഴ്സലൊക്കെ നോക്കുവാനായിട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നതെങ്കിലും ഹ്യുനുവോ ആയിരുന്നു അതിലെ മെയിൻ ആളുടെ അടുത്ത് എന്നിട്ട് സ്നോയുടെ കൂടെ റിഹേഴ്സൽ ഒന്ന് നടത്തി നോക്കണം. ഒരു പക്ഷെ സ്നോയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ആളുകൾ തെന്നി വല്ലതും വീണാലോ എന്നൊക്കെ അയാളോടും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതുപോലെ സ്നോ ഒക്കെ വെച്ചിട്ട് ക്രിസ്മസ് ടൈമിൽ എങ്ങനെ ആഘോഷിക്കണം എന്നതിന്റെ റിഹേഴ്സലൊക്കെ നടത്തിയിട്ടുമുണ്ടായിരുന്നത്. സെക്രട്ടറി കിമ്മിന്റെ അടുത്ത് നിന്നും ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയുന്ന സെക്രട്ടറി നായാകട്ടെ അവരുടെ വിവാഹമോചനമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു റീമാരേജിന്റെ മണമൊക്കെ അടിക്കുന്നുണ്ടല്ലോ എന്ന് കൂടി പറയുകയാണ്. ഹെയിന്റെ സർജറിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയിനും ഹ്യുനുവും ഹാപ്പി ആയിട്ടൊക്കെ ജീവിച്ചോളുമല്ലോ എന്ന് വിചാരിച്ച് അമ്മ ഇരിക്കുമ്പോഴത്തേക്കും അച്ഛനും അങ്ങനെയല്ല സംഭവിക്കുവാനായിട്ട് പോകുന്നത്. സർജറി ഒക്കെ കഴിയുകയാണെങ്കിൽ ഹെയിന്റെ ഓർമ്മകളെല്ലാം തന്നെ അവൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കുമെന്ന് കൂടി അമ്മേനെയും അറിയിക്കുന്നു. അവള് ജീവിച്ചിരിക്കുവാനായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണെന്നൊക്കെ അച്ഛൻ പറയുമ്പോഴത്തേക്കുമായിരുന്നു സൂചോളും ഇതെല്ലാം തന്നെ കേൾക്കുന്നത്. ഇപ്പോൾ ഹെയിന്റെ അച്ഛനും ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഹെയിന്റെ അമ്മയോട് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണ്. അവളും സർജറി ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയും കരയുന്നു. ഹെയിനും ഹ്യുനുവും ജർമ്മനിയിലേക്കുള്ള യാത്രയിലാണ്. അതേസമയം ഉണിസിങ്ങും ഇപ്പോൾ ജർമ്മനിയിലേക്കൊക്കെ പുറപ്പെടുന്നു. ബ്രോക്കറുടെ മരണത്തെക്കുറിച്ചൊക്കെ എയർപോർട്ടിൽ ഉണ്ടായിരുന്ന ടിവിയിലൊക്കെ കാണിക്കുന്നുമുണ്ട്. ഹെയിൻ വളരെ ടെൻഷനിലാണെന്നൊക്കെ തോന്നുന്ന സമയത്ത് ഹ്യുനുവും അവളുടെ കയ്യിലൊക്കെ പിടിച്ചിട്ട് മൂന്നാമത്തെ രഹസ്യം എന്താണെന്ന് അവളോട് ചോദിക്കുന്നു. അത് റാക്കോന്റെ കാര്യമാണെന്ന് അവൾ പറയുമ്പോഴത്തേക്കും ഞാൻ ഒരുപാട് തവണ അവളെ കാണുവാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെയായിട്ടും എനിക്ക് അവളെ ഓഫീസിൽ കാണുവാനായിട്ട് സാധിച്ചില്ല എന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും അതൊക്കെ ഞാൻ ഉണ്ടാക്കി പറഞ്ഞൊരു കഥയായിരുന്നു എന്നാണ് അവളും പറയുന്നത്. അല്ലെങ്കിൽ തന്നെ അതുപോലത്തെ ഒരു ബിൽഡിങ്ങിൽ ആരെങ്കിലും റാക്കൂണിനൊക്കെ വളർത്തുമോ? ഞാൻ ഉണ്ടാക്കിയ ഒരു കഥയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നീ എങ്ങനെയാണ് അതൊക്കെ വിശ്വസിച്ചതെന്ന് അവൾ ചോദിക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ 4 വർഷമായിട്ട് അതൊക്കെ വിശ്വസിച്ചിട്ടായിരുന്നു ഞാനും ഇരുന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവനും അറിയിക്കുന്നു. ഹെയ്നും ഇപ്പോൾ ഹോസ്പിറ്റൽ റൂമിലേക്കൊക്കെ കയറുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും നിന്നോട് പറയാത്ത ഒരു രഹസ്യമൊക്കെ എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നാണ് ഹിനു പറയുന്നത്. ഈ ഒരു സർജറി ഒക്കെ നടന്നു കഴിയുകയാണെങ്കിൽ നിന്റെ ഓർമ്മ പോകുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നീ പരിചയപ്പെട്ട ആൾക്കാരും കണ്ട സ്ഥലങ്ങളും അനുഭവിച്ച മെമ്മറീസും എല്ലാം തന്നെ ഇല്ലാതാക്കുമെന്ന കാര്യമൊക്കെ ഇപ്പോൾ ഹെയിന്റെ അടുത്ത് ഹിനുവും പറയുന്നു. പക്ഷെ നീ ജീവിച്ചിരിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും ഇപ്പോൾ നടന്ന ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഒരു സ്വപ്നമായി കണ്ട് ഞാനും മറന്നോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളും അവിടെ നിന്ന് പോകുവാനായിട്ടൊക്കെ നോക്കുന്നു.
പക്ഷെ അവനും നീ ജീവിച്ചിരുന്നാൽ മാത്രം മതിയെന്നൊക്കെ അവളുടെ അടുത്തും അപേക്ഷിക്കുന്നുണ്ട്. ഇനി ഒരു എൻഡ് സീനൊക്കെ കാണിക്കുകയാണ്. ഹ്യുനുവും ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. അവളുടെ സർജറി ഒക്കെ കഴിയുമ്പോഴത്തേക്കും അവൾ കാണുവാനായിട്ടായിരുന്നു അവനും വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ നിന്റെ ഹസ്ബൻഡ് ആയിരുന്നു എന്ന രീതിയിലൊക്കെ അവനും സംസാരിക്കുന്നു. നീ എങ്ങനെയുള്ള വ്യക്തി ആയിരിക്കുമെന്നൊക്കെയാണ് നീ ഇപ്പോൾ വിചാരിക്കുന്നതെന്ന് എനിക്കറിയാം. നീ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. ഞാൻ നിന്റെ ഒപ്പം തന്നെയുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് പറഞ്ഞും തരാം. നീ ഉണർന്ന് കഴിയുമ്പോഴത്തേക്കും നീ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരാളല്ല ഞാനെങ്കിൽ പോലും ഒരിക്കലും എന്നെ ഇട്ടേച്ചൊന്നും പോയേക്കരുത്. നമ്മളുടെ മനസ്സ് മാറുകയാണെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും പിരിയുകയില്ല എന്നൊക്കെ മുൻകൂട്ടി വാക്ക് നൽകിയതാണ്. നീ എന്നെ മറന്നു പോയെങ്കിൽ തന്നെ ഞാൻ നിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കുമെന്ന് വാക്ക് നൽകിയത് കൊണ്ട് ഇനിയും നമുക്ക് ഒന്നിച്ച് ഒരുപാട് മെമ്മറീസ് ഒക്കെ ഉണ്ടാക്കാം. കുറെ നാൾ അടുത്ത് കഴിയുമ്പോഴത്തേക്കും നിനക്ക് എന്നോട് ഇഷ്ടം തോന്നിക്കോളും. വിധിയാണ് നമ്മളെ ഒന്നിപ്പിച്ചത്. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഇപ്പോഴും സ്നേഹിക്കുന്നു. ഇനിയും സ്നേഹിക്കുന്നതായിരിക്കുമെന്നൊക്കെ ഹ്യുൻവോ പറയുന്ന ആ ഒരു വീഡിയോയോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. ബൈ.